guys, welcome to Dennis Maker. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ ആണ്. അതായത് സാധാരണ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ എളുപ്പത്തിൽ നമ്മൾ PVC പൈപ്പിലൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ പൈസ കുറവിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് സോ എക്സ്പെൻസീവ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1 ലക്ഷത്തോളം എടുത്ത്, അതായത് 1 ലക്ഷത്തോളം വരുന്ന ഒരു അണ്ടർ വാട്ടർ ഡ്രോൺ ആണ്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ പവറുള്ള ഒരു ടൈപ്പ്. അതായത് നമ്മൾ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പകുതി വയറും പകുതി വയർലെസ്സും. അതേപോലെയാണ് ഇത്. വയർലെസ്സിൻ്റെ നമ്മുടെ റിമോട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ പകുതി വയറുണ്ട്. അതായത് ഈ ഒരു ഏരിയ ആണ് ഇതിൻ്റെ റിസീവറും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അതായത് ഈ വയറുടെ ഒരു അറ്റത്ത് ബാറ്ററി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. അതായത് ഇതിങ്ങനെ ആയിരിക്കില്ല, ഇത് ഫുള്ള് കവേർഡായിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഈ വയറാന്ന് പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ഈ എന്താ പറയുക നെറ്റിൻ്റെ കണക്ഷനും അങ്ങനത്തെ കുറച്ച് കാര്യത്തിനൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതേമാതിരി നമ്മുടെ മൊബൈലിൻ്റെ, അതായത് ലൈൻ ഫോണിൻ്റെ ഒക്കെ ലൈനൊക്കെ വരിക, അതുപോലത്തെ ഒരു ടൈപ്പ് വയറാണിത്. പിന്നെ ഇത് ഫുൾ അക്രിലിക്കിലാണ് ഇതിൻ്റെ ബോഡി ചെയ്തിട്ടുള്ളത്, അക്രിലിക്കിൽ. അതുപോലെ തന്നെ ബ്രഷ്ലെസ് മോട്ടറിൽ 5 ബ്രഷ്ലെസ് മോട്ടറാണ് വന്നിട്ടുള്ളത്. അത് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി, അതായത് നമ്മുടെ ഡ്രോൺസിലൊക്കെ വരുന്ന മോട്ടറിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി 3D പ്രിൻ്റൊക്കെ ചെയ്ത് വാട്ടർ പ്രൂഫൊക്കെ ആക്കി അവർ സെറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണിത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ അലുമിനിയം, നമ്മുടെ ട്രൈ സൈക്കിളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹബ്ബ് ഉണ്ടാക്കിയല്ലോ, ആ ഹബ്ബ് ഉണ്ടാക്കിയ കൊടുത്ത അലുമിനിയം അവർ ലൈറ്റ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടാണ് ഈ അക്രിലിക്കിൻ്റെ ഈ ഒരു ഷീറ്റിൻ്റെ ഒരു റൗണ്ട് ഷേപ്പ്. അത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഷേപ്പിന് റൗണ്ടായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 സൈഡ് അവർ ചെയ്തിട്ടുണ്ട്. പക്ക വാട്ടർ പ്രൂഫാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ലിപ്പോയും കാര്യങ്ങളും, അതേമാതിരി തന്നെ അർഡിനോൻ്റെ ഒരു ബോർഡ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ അടുത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ നമ്മളിത് വെള്ളത്തിൽ കൊണ്ടുപോകണതും പിന്നെ ഇറക്കണതും അങ്ങനെ ലാഗാക്കിയിട്ട് നമ്മൾ കാണിക്കണില്ല. അത് നമ്മൾ പണ്ടായിരുന്നു, നമ്മൾ മാറ്റി. ഇപ്പോൾ നമ്മളെങ്ങനെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതിലെടുത്തൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു റിവ്യൂ അല്ലേ. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറുതെ നിങ്ങളുടെ സമയം കണ്ടിട്ട് കാര്യമില്ല, വെറുതെ ലാഗാക്കിയിട്ട്. അതുകൊണ്ട് ഈ എടുത്ത വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഞാൻ അപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഇതിനെപ്പറ്റി പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റിമോട്ടിൽ ഒരുപാട് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാതും ഇതിന് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിലിപ്പോൾ മെയിനായിട്ട് ഈ 2 ജോയ്സ്റ്റിക്കുകളാണ് ആവശ്യം വരുന്നുള്ളൂ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ മുകളിലോട്ട് ആക്കുകയാണെങ്കിൽ ഇത് താഴോട്ട് പോകും. അതേപോലെ തന്നെ ഇത് ഫ്രണ്ടിലേക്ക് നമ്മളിങ്ങനെ ആക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകും. പിന്നെ ഇതിന് റിവേഴ്സ് ഇല്ല. പിന്നെ ഇത് ഈ സൈഡ് അങ്ങനെ 2 സൈഡിലേക്ക് തിരിയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ അടിയിലേക്ക് പോകാനും ഈ 2 സൈഡുകളിലേക്ക് പോകാനും ഫ്രണ്ടിലോട്ട് പോകാനും. അപ്പോൾ അത്രയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ട ഒരു രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ റിസീവറാണ് ഇത്. നമ്മൾ സാധാരണ ഫ്ലൈസ്കൈയുടെ റിമോട്ടൊക്കെയാണ് നമ്മൾ ഡ്രോണിലേക്കൊക്കെ ഞാൻ യൂസ് ചെയ്യാറ്. പലരും പല മോഡലുകൾ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ ഏറ്റവും പൈസ കുറവും നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ഫ്ലൈസ്കൈ ആയതുകൊണ്ടാണ് ഫ്ലൈസ്കൈയുടെ ഉപയോഗിക്കാറുള്ളത്. അതിൻ്റെ റിസീവർ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ മുമ്പത്തെ ഡ്രോണിൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഡ്രോൺസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി നമ്മൾ ഇതിലെടുത്ത ഈ അണ്ടർ വാട്ടർ ഡ്രോണിലെടുത്ത വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം.
Close your eyes. Close your eyes. Close your eyes.
Close your eyes. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ടു ഡെന്നി ദ മേക്കർ.